ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP അഥവാ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്നത്. So today we are discussing about what is GDP and what is GDP to education. Gross domestic product GDP is the market value of all final goods and services produced in a country in a year. Gross domestic product is the monetary value of all the finished goods and services produced within a country's borders in a specific time period. അതായത് ഒരു വർഷം ആഭ്യന്തര സമ്പദ്ഘടന ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം ചരക്ക് സേവനങ്ങളുടെ മൂല്യമായാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം GDP കണക്കാക്കുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തിക്കുള്ളിൽ നിർമ്മിക്കുന്ന ചരക്ക് സേവനങ്ങളുടെ മൂല്യത്തിൻ്റെ ആകെത്തുകയാണ് GDP എന്നത്. ഇനി നമുക്ക് ഡെഫിനിഷനിലെ കുറച്ച് ടേംസ് നോക്കാം. മാർക്കറ്റ് വാല്യൂ എന്നത് മാർക്കറ്റ് വാല്യൂ ഇസ് ദ പ്രൈസ് അറ്റ് വിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാൻ ബി ട്രേഡഡ് ഇൻ എ മാർക്കറ്റ്. അതായത് ഒരു മാർക്കറ്റിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് സാധനങ്ങളും സേവനങ്ങളും വ്യാപാരം ചെയ്യുന്ന വിലയെയാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നുള്ളത് ഒരു ഉപഭോക്താവിന് ഉപയോഗിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്ന ഗുഡ്സിനെയാണ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഗുഡ്സ് രണ്ട് തരമാണുള്ളത്. ഒന്ന് ഫൈനൽ ഗുഡ്സും ഇൻ്റർമീഡിയറ്റ് ഗുഡ്സും. ഫൈനൽ ഗുഡ് എന്നുള്ളത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാറ്, അതൊരു ഫൈനൽ ഗുഡാണ്. ഇനി ഈ കാറിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ ഈ കാറ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ കുറച്ച് കോമ്പണൻസ് ഉണ്ടാവും. അതിനെയാണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടയർ, സ്പെയർ പാർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൽ വരുന്നത്. അപ്പം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഇൻക്ലൂഡ്സ് ഓൺലി ഫൈനൽ ഗുഡ്സ്. അതായത് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ കാര്യം GDPയിൽ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് GDPയുടെ പരിധിയിൽ വരുന്നില്ല. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വിത്തിൻ എ കൺട്രി. എന്തായിരിക്കും അത് ഉദ്ദേശിക്കുന്നത്? അതെ, ഒരു രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തിക്കുള്ളിൽ നിർമ്മിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യമേ GDPയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ എന്താ, ആ രാജ്യത്തിൻ്റെ പുറത്ത് നിർമ്മിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും GDPയുടെ പരിധിക്കുള്ളിൽ വരില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതും. തന്നെ എന്താ, ഇൻ എ സ്പെസിഫിക് ടൈം പീരീഡ്, ഒരു സ്പെസിഫിക് ടൈം പീരീഡ് അനുസരിച്ചിട്ടാണ് GDP മെഷർ ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ GDP വർഷാവർഷമായിരിക്കും മെഷർ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അത് ക്വാർട്ടർലി ബേസിലും GDP മെഷർ ചെയ്യും. ദോ GDP is usually calculated on an annual basis, it can be calculated on quarterly basis as well. The GDP growth rate measures how fast the economy is growing. It does this by comparing one quarter of the country's economic output to the last. അതായത് ഒരു GDPയുടെ ഗ്രോത്ത് റേറ്റ്, വളർച്ചാ നിരക്ക് മെഷർ ചെയ്യുന്നത്, അളക്കുന്നത് എന്താണ്, ആ എക്കണോമി എത്രത്തോളം വേഗത്തിൽ വളരുന്നു എന്നതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഡൺ ദിസ് ബൈ കമ്പയറിങ് 1/4 ഓഫ് ദ കൺട്രീസ് എക്കണോമിക് ഔട്ട്പുട്ട് ടു ദ ലാസ്റ്റ്. അതായത് നമ്മളിപ്പം ഒരു ക്വാർട്ടർലി ബേസിലാണ് GDP അളക്കുന്നതെങ്കിൽ, ഗ്രോത്ത് റേറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ എന്താ, കഴിഞ്ഞ വർഷത്തെ ഗ്രോത്ത് റേറ്റ് നോക്കിയിട്ട് ഈ വർഷവുമായി കമ്പയർ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കഴിഞ്ഞ വർഷത്തെ GDP നോക്കി ഈ വർഷത്തെ GDP നോക്കി അങ്ങനെയാണ് വെദർ ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗ്രോത്ത് റേറ്റ് ഉണ്ടോയെന്നോ ഗ്രോത്ത് റേറ്റ് കുറവാണോ കൂടുതലാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പം ഇയർലി ബേസിലാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ GDPയും ഈ വർഷത്തെ GDPയും കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റേറ്റ് മനസ്സിലാക്കും. ദെൻ
If GDP is increasing, the economy is in solid shape, nation is moving forward. എന്താ ജി ഡി പി കൂടുന്നു എന്നതിനർത്ഥം ആ രാജ്യം മുന്നോട്ട് പോകുന്നുണ്ട്, മൂവിങ് ഫോർവേഡ്, മുന്നോട്ടേക്കാണ് പോകുന്നത്, ഒരു നല്ല വെൽബീയിങ് ആ രാജ്യത്ത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം, എക്കണോമിക് വെൽബീയിങ്. ഇനി ഈ ജി ഡി പി ഫോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് കുറയുന്നുണ്ടെങ്കിൽ, ഈ ഫോളിങ് എക്കണോമീസ് മൈറ്റ് ബി ഇൻ ട്രബിൾ ആൻഡ് നാഷൻ ഈസ് ലോസിങ് ഗ്രൗണ്ട്. അതായത് ഒരു രാജ്യത്തിൻ്റെ ജി ഡി പി കുറയുന്നു എന്നതിനർത്ഥം ആ രാജ്യത്തിന് അതിൻ്റെ ആയൊരു നല്ല ഒരു സ്ഥിതിയിലല്ല ആ രാജ്യം എക്കണോമിക്കലി കടന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജി ഡി പിയുമായി ബന്ധപ്പെട്ട് ഉള്ള രണ്ട് കൺസെപ്റ്റാണ് കറണ്ട് ജി ഡി പി ഓർ നോമിനൽ ജി ഡി പിയും റിയൽ ജി ഡി പിയും. ഒരു രാജ്യത്തിൽ ജി ഡി പി ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ റിസഷൻ, മാന്ദ്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൺസ്യൂമർ സ്പെൻഡിങ്, സാധനങ്ങളുടെ മേൽ നമ്മൾ ചിലവാക്കുന്നത്, അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതൊക്കെ കുറവായിരിക്കും. ഇനി ഇൻ കേസ് കൂടുതലാണെങ്കിൽ, അതായത് ജി ഡി പി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. അതായത് ഫേംസും അതുപോലെ തന്നെ കമ്പനീസൊക്കെ കൂടുതൽ ഹയർ ചെയ്യും, കൂടുതൽ വേജസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു ജി ഡി പി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ ജി ഡി പി ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് കൊണ്ടായിരിക്കാം, ടാക്സസ് കൊണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ കാര്യങ്ങൾ കൊണ്ടെന്താ ജി ഡി പിയിൽ ഡിഫറൻസ് ഉണ്ടാകാം. ജി ഡി പി ഇൻക്ലൂഡ്സ് കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് സ്പെൻഡിങ്, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. അതായത് ഉപഭോഗം, നിക്ഷേപം, ഗവൺമെൻറ്റിൻ്റെ ചെലവ്, ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെ കൂടുന്നതാണ് ഈ ജി ഡി പി എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ സം ടോട്ടലാണ് ജി ഡി പി എന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കൺസംഷൻ അഥവാ ഉപഭോഗം എന്താണെന്ന് നോക്കാം. അതായത് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ പീപ്പിൾ, ജനങ്ങൾ ചെലവാക്കുന്നതിനെയാണ് കൺസംഷൻ എന്ന് പറയുന്നത്. ദ എക്സ്പെൻഡിച്ചർ ബൈ ഹൗസ് ഹോൾഡ് ഓൺ കൺസ്യൂമിങ് ഗുഡ്സ് ഓർ സർവീസസ് ഈസ് കോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ പർച്ചേസ് ഓഫ് ന്യൂ ക്യാപിറ്റൽ ഗുഡ്. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂൾസ്, ഇൻസ്ട്രുമെൻറ്റ്സ്, മെഷീൻസ്, ബിൽഡിങ്, അതർ കൺസ്ട്രക്ഷൻസ്, അതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെന്താ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കും. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പർച്ചേസ് ഓഫ് ന്യൂ ക്യാപിറ്റൽ ഗുഡ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്പെൻഡിങ്. ഗവൺമെൻറ് സ്പെൻഡിങ് ഈസ് ദ എക്സ്പെൻഡിച്ചർ ബൈ ഓൾ ലെവൽസ് ഓഫ് ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ് വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ വിവിധ ആക്ടിവിറ്റീസിന് ചിലവാക്കുന്നതിനെയാണ് ഗവൺമെൻറ് സ്പെൻഡിങ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ് എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡിങ്, അതായത് ചിലവാക്കുന്നുണ്ട്, പബ്ലിക് വെൽഫെയറിന് വേണ്ടിയിട്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട്, ഡിഫെൻസിലുണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി, ഇങ്ങനെ പല വിധത്തിൽ ഗവൺമെൻറ്റിന് എക്സ്പെൻഡിച്ചർ ഇൻക്വയർ ആകുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് എന്ത് പറയാം, ഗവൺമെൻറ് സ്പെൻഡിങ് എന്ന് പറയാം. നെക്സ്റ്റ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. അതിന് നമുക്ക് നെറ്റ് എക്സ്പോർട്ട് എന്ന് വേണ്ടിയിട്ട് പറയാം. നെറ്റ് എക്സ്പോർട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മൈനസ് വാല്യൂ ഓഫ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പം എക്സ്പോർട്ട് എന്തായിരിക്കും, അതായത് ഇന്ത്യയെ നമുക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സാധനം വേറെ രാജ്യത്തിലേക്ക് സെല്ല് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം, എക്സ്പോർട്ട് എന്ന് പറയാം. ഇനി ഇമ്പോർട്ട് എന്തായിരിക്കും, പുറമേ ഒരു രാജ്യത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച ഒരു സാധനം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ വാങ്ങുന്നുണ്ടെങ്കിൽ, ജനങ്ങളോ ഗവൺമെൻറ്റോ ഫേംസോ ആരായാലും വാങ്ങുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഇമ്പോർട്ട് എന്ന് പറയുന്നത്.
അങ്ങനെ എക്സ്പോർട്ട് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അതായത് ഇറക്കുമതി ചെയ്ത സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം കുറക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. Gross domestic product can be calculated using the following formula. GDP is equal to C plus G plus I plus NX, where C is equal to all private consumption or consumer spending in a nation's economy. നേരത്തെ പറഞ്ഞതാണ്. G is equal to the sum of government spending. I is equal to the sum of all the country's investment. NX is equal to the nation's total net export. That means total export minus import. അപ്പം GDP is equal to C plus I plus G plus X minus M. ഈ ഗ്രാഫ് 2012 മുതൽ 2016 വരെയുള്ള ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് ആണ്. ഗ്രോസ് വാല്യൂ ആഡഡും ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. റെഡ് ബാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് GDP ആണ്. അപ്പം ഇതിലൊരു ഇൻക്രീസിങ് ടെൻഡൻസി കാണാം. GDP ഗ്രോത്തിലൊരു ഇൻക്രീസിങ് ടെൻഡൻസി കാണാം. ഇന്നത്തെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അനുസരിച്ച് ഇന്ത്യയുടെ GDP ഡീക്രീസിങ് സ്റ്റേജിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യ 6ാം സ്ഥാനത്താണ് GDP റാങ്കിങ്ങിൽ. ഏകദേശം 7% ഇന്ത്യയുടെ GDP ഗ്രോത്ത്. ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത് GDP പെർ ക്യാപിറ്റ GDP ആണ്. അതായത് 2015-16 വർഷത്തിൽ 5 രാജ്യങ്ങളുടെ പെർ ക്യാപിറ്റ GDP ആണ്. ഇതിൽ വയലറ്റാണ് ഇന്ത്യയിൽ സൂചിപ്പിക്കുന്നത്. അപ്പം 5 രാജ്യങ്ങളിൽ പെർ ക്യാപിറ്റ GDP കൂടുതൽ ഇന്ത്യയിലാണ്. പെർ ക്യാപിറ്റ GDP എന്ന് വെച്ചാൽ പെർ ഹെഡ് GDP. അതായത് ഇന്ത്യയിൽ ഒരു വ്യക്തിയുടെ കേസെടുത്താൽ അയാളുടെ GDP എന്ന് പറയുമ്പം ഏകദേശം 6.6% വരും. GDP to education. Public expenditure on education includes government spending on educational institution, both private and public. അതായത് വിദ്യാഭ്യാസത്തിനുള്ള പൊതുചെലവ് എന്നതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, അത് പ്രൈവറ്റ് ആയിക്കോട്ടെ പബ്ലിക് ആയിക്കോട്ടെ, അതിൽ ഗവൺമെൻറ്റിനുള്ള ചിലവാണ്. Educational expenditure is the amount of total government budget of a country allotted in different educational activities. അതായത് വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ് നീക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഉണ്ടായിട്ടുള്ള എക്സ്പെൻഡിച്ചറിനെയാണ് എന്ത് പറയുന്നത്, എഡ്യൂക്കേഷണൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇത് സ്കൂൾസിനാകാം, യൂണിവേഴ്സിറ്റീസിനാകാം, അല്ലെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് ഏത് രീതിയിലുള്ള പബ്ലിക് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും ആകാം. Public expenditure on education as a percentage of GDP gives an indication of how a country prioritizes education in relation to its overall allocation of resources. അതായത് ടോട്ടൽ GDPയിൽ ഇത്ര ശതമാനം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പൊതുചെലവ് ഉണ്ടായി അല്ലെങ്കിൽ നീക്കി വെച്ചു എന്നത് കാണിക്കുന്നത് ആ രാജ്യം അതിൻ്റെ വിദ്യാഭ്യാസത്തിൽ എത്രത്തോളം പ്രാധാന്യം, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതാണ് കാണിക്കുന്നത്. ഈ ഓവറോൾ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമല്ല എക്സ്പെൻഡിച്ചർ ഇൻകർ ആവുന്നത്, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡിഫൻസ് മേഖലയിൽ, സോഷ്യൽ സെക്യൂരിറ്റി, ലോ ആൻഡ് ഓർഡർ, ഹെൽത്ത് കെയർ, ഇങ്ങനെയുള്ള പലവിധ ആവശ്യങ്ങൾക്ക്, പലവിധ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഗവൺമെൻറ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണം. ഇതിൽ വിദ്യാഭ്യാസത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു, എത്രത്തോളം വിദ്യാഭ്യാസത്തിന് നീക്കി വയ്ക്കുന്നു, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് എത്രത്തോളം എക്സ്പെൻഡിച്ചർ ഇൻകർ ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പെർസെൻറ്റേജ് ഓഫ് GDP, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ ആസ് എ പെർസെൻറ്റേജ് GDP നമുക്ക് മനസ്സിലാക്കി തരും. Not all spending on educational goods and services occurs within educational institutions. For example, families may purchase textbook and materials commercially or seek private tutoring for their children outside the institutions. അതായത് എല്ലാ ചെലവുകളും
വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചിലവുകളും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ തന്നെ നടക്കണം എന്നില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി കൊമേഴ്ഷ്യലായിട്ട് ബുക്ക് പർച്ചേസ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രൈവറ്റ് ട്യൂട്ടറിങ് അറേഞ്ച് ചെയ്യുന്നതൊക്കെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പരിധിയിൽ നിന്ന് പുറത്തു വരുന്നതാണ്. Public expenditure on education includes spending on schools, universities, and other public and private institutions involved in delivering or supporting educational services. അതായത് വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഡെലിവറി ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളും നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പരിധിയിൽ പെടും. അതെന്തൊക്കെയാകാം? സ്കൂളുകളാകാം, യൂണിവേഴ്സിറ്റികളാകാം, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പൊതുമേഖലയിലുള്ളതും സ്വകാര്യ മേഖലയിലുള്ളതുമായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം. ഇതൊക്കെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഈസ് ദ ബെസ്റ്റ് വേ ടു മെഷർ എ കൺട്രീസ് എക്കണോമി. അതായത് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സമ്പദ്ഘടന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു അവസ്ഥ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതായത് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എവറിത്തിങ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓൾ ദ പീപ്പിൾ ആൻഡ് കമ്പനീസ് ദാറ്റ് ആർ ഇൻ ദ കൺട്രി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജനങ്ങളും അതുപോലെ തന്നെ കമ്പനീസ് ആയാലും ഫേംസ് ആയാലും എല്ലാവരും ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയൊക്കെ മൊത്തത്തിലുള്ള വാല്യൂ അല്ലെങ്കിൽ മൂല്യത്തിനെയാണ് എന്ത് പറയുന്നത് നമ്മൾ മോണിറ്ററി വാല്യൂ, അതിനെയാണ് എന്ത് പറയുന്നത് GDP എന്ന് പറയുന്നത്. Public expenditure on education as a percentage of GDP gives an indication of how a country prioritizes education in relation to its overall allocation of resources. അതായത് GDPയിൽ ഇത്ര ശതമാനം നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടി നീക്കി വെച്ചു അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ആയി എന്നുള്ളത്, നമ്മൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ആയി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ആ രാജ്യം എത്ര ശതമാനം അല്ലെങ്കിൽ എത്രത്തോളം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മൊത്തമായിട്ട് ആ ഗവൺമെൻറ്റിന് സ്പെൻഡ് ചെയ്തതിൽ നിന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു, മുൻഗണന നൽകുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും ഈ പെർസെൻറ്റേജ് ഓഫ് GDP മനസ്സിലാക്കുന്നതിലൂടെ. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു എക്കണോമിയെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി GDPക്ക് കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അപാകതകൾ, പോരായ്മകളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇനീക്വാലിറ്റീസ്, ഡിസ്ട്രിബ്യൂഷൻ ഇനീക്വാലിറ്റീസ്. അതായത് ഒരു രാജ്യത്ത് ഏതെങ്കിലും വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഉൽപ്പാദന യൂണിറ്റുകളിലോ വരുമാനം കേന്ദ്രീകരിച്ചാൽ ബാക്കിയുള്ളവർ ലോ സ്റ്റാറ്റസിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, വീക്കർ സെക്ഷനായിട്ട്, എക്കണോമിക്കലി വീക്കർ സെക്ഷനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, കുറച്ച് ആൾക്കാർ മാത്രം എക്കണോമിക്കലി ഹൈ പൊസിഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഇൻഡിക്കേറ്ററായിട്ട് ആ രാജ്യത്തിലെ എല്ലാ ജനങ്ങളും എക്കണോമിക്കലി വെൽഫെയർ, അവർക്കെല്ലാം വെൽഫെയർ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പം GDP, അങ്ങനെ ഒരു GDP മെഷർ ചെയ്യുമ്പം അത് പ്രോപ്പർ ആകണം എന്നില്ല. പിന്നെ എന്ന് പറയുന്നത് നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ്. അതായത് ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ബാർട്ടർ സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. അതായത് സാധനങ്ങളുടെയോ സേവനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറി പണം എന്നുള്ള മാനദണ്ഡം ഇല്ലാണ്ട് അവരെന്ത് ചെയ്യുന്നു, ട്രാൻസാക്ഷൻ നടത്തുന്നു. അപ്പം അങ്ങനെയുള്ള കേസിൽ അത് GDPൻ്റെ പരിധിയിൽ വരില്ല. GDP മോണിറ്ററി വാല്യൂവിൽ മാത്രമേ അസസ് ചെയ്യൂ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളുടെ സേവനം, അതായത് വീട്ടുജോലിയൊക്കെ സ്ത്രീകൾ ചെയ്യുന്നത്, അതൊന്നും ഈ GDPൻ്റെ പരിധിയിൽ, അത് മോണിറ്ററി ബെനിഫിറ്റ് അല്ലെങ്കിൽ മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ GDPൻ്റെ പരിധിയിൽ വരുന്നില്ല. പിന്നെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ്, ബ്ലാക്ക് മാർക്കറ്റിംഗ്, ആയുധ കച്ചവടം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ എക്കണോമിയിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷേ അതൊന്നും GDPയിൽ മെഷർ ചെയ്യുന്നില്ല. മാത്രമല്ല പൊല്യൂഷൻ പോലെയുള്ള കാര്യങ്ങൾ, ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഫാക്ടറി ഒരു സ്ഥലത്ത് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേ പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അതൊന്നും ഈ GDPൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല. അപ്പം GDPക്ക് ഇങ്ങനെയും ഡീമെറിറ്റ്സ് ഉണ്ട്. ഇന്ത്യയുടെ പബ്ലിക് സ്പെൻഡിങ്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള സ്പെൻഡിങ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഒരിക്കലും അത്ര പ്രോപ്പറായിട്ടുള്ള ആവശ്യമായിട്ടുള്ള രീതിയിൽ നടക്കുന്നില്ല. ഇന്ത്യ സ്പെൻഡ് ലെസ് ഓൺ എഡ്യൂക്കേഷൻ
പെർ സ്റ്റുഡൻറ്റ് ആൻഡ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഓൾസോ റിമെയിൻ പുവർ. അതായത് ഓരോ കുട്ടിക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ ചെലവഴിക്കുന്നത് ഇപ്പോഴും വളരെ കുറവാണ്. 2018-19 വർഷത്തെ കണക്കനുസരിച്ച് 10.6% ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് 2018-19 തന്നെ GDPയുടെ 3%, ടോട്ടൽ GDPയുടെ 3%, ഏകദേശം 5.6 ലക്ഷം കോടി വരും. അത്രത്തോളം ഇന്ത്യ എഡ്യൂക്കേഷന് വേണ്ടി ചെലവഴിക്കുന്നു എന്നാണ് പറയുന്നത്.